മധുരമായ മധുരമായ സന്ദേശം നൽകുന്നതായിരിക്കും. അതിലേക്കായിട്ട് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യാൻ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അവർക്ക് നന്ദി അറിയിക്കുന്നു, സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ അവസരം ഒരുക്കുന്ന കർത്താവിൻ്റെ ദാസനും സഭയ്ക്കും എൻ്റെ നന്ദി അറിയിക്കുന്നതിലുപരിയായി വലിയവനായ ദൈവം അടിയന് ഈ സാഹചര്യത്തിൽ നിൽക്കുവാൻ ഒരവസരം വലിയവനായ ദൈവവും സഹായിച്ചതിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്കറിയാം, കേരളത്തിൽ ദുഃഖവെള്ളി എന്ന് പറയുമ്പോൾ ലോകമെമ്പാടും അതൊരു ഗുഡ് ഫ്രൈഡേ ആയിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. ഹല്ലേലൂയ. അന്ന് ഇംഗ്ലീഷുകാരൊക്കെ ഗുഡ് ഫ്രൈഡേ നല്ല വെള്ളിയാഴ്ച എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ കാലത്ത് നമുക്കറിയാം, ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കൂടുതൽ പ്രാബല്യത്തിലിരുന്ന അല്ലെങ്കിൽ മുൻതൂക്കമുണ്ടായിരുന്ന ഒരു സഭയാണ് റോമൻ കാത്തലിക് സഭ. അവരതിനെ ഗുഡ് ഫ്രൈഡേക്ക് അതിനെ ദുഃഖവെള്ളിയാക്കി തീർത്തു. അങ്ങനെ മലയാള മനോരമ കലണ്ടറിലും നല്ല വെള്ളിയാഴ്ചയെ ഒരു ദുഃഖവെള്ളിയാഴ്ചയാക്കി മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നല്ല വെള്ളിയാഴ്ചയെ ദുഃഖവെള്ളിയാഴ്ചയാക്കി മാറ്റുവാനും നമുക്ക് കഴിയും. ദുഃഖവെള്ളിയെ നല്ല വെള്ളിയാക്കി മാറ്റുവാനും നമുക്ക് കഴിയും. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് എന്തുമാക്കി തീർക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ഹല്ലേലൂയ. ഊന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനത്തെ പറക്കുന്നു എന്ന് പറയുവാനും, അത് അങ്ങനെയല്ല ഇങ്ങനെ എന്ന് പറയുവാനും, ആടിനെ പട്ടിയാക്കുവാനും പട്ടിയെ ആടാക്കുവാനും ഒക്കെ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നാം ഗുഡ് ഫ്രൈഡേ, നല്ലൊരു വെള്ളിയാഴ്ച എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് നന്ദി പറയുവാനാണ് നാം ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 4, 5, 6, 7 ഒക്കെ ഉള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരാൾ വായിച്ചാട്ടെ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരപ്പെടുത്തുവാൻ അല്ലെങ്കിൽ പുതുക്കുവാൻ കഴിവുള്ളതല്ല. വീണ്ടും വായിച്ചാട്ടെ, അതിൻ്റെ താഴത്തെ ഒരു വാക്യം കൂടെ. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ചുട്ടുകളകാത്രേ അതിൻ്റെ അവസാനം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. പ്രൈസ് ഇതിൻ്റെ 6-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു: തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകരുത് എന്നാണ് ലേഖനകർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 2025 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മരിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇന്നും നാം യേശുവിനെ ക്രൂശിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്നുവോ? ഓരോ ദിവസവും യേശുവിനെ ലോകാപവാദം വരുത്തുന്ന രീതിയിൽ യേശുവിനെ ക്രൂശിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്നുവോ എന്ന് എബ്രായർക്കെഴുതിയ ലേഖനകർത്താവ് നമ്മോടിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ ജീവിതത്തോട്
നാം ചോദിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നാം തിരിഞ്ഞു നോക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് ക്രൂശീകരണ ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ട് അനേകർ റോഡ് നീളെ മുട്ടിലഴഞ്ഞും മുട്ടുകുത്തിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ക്രൂശീകരണ അനുഭവം, ദൈവത്തിന്റെ കഷ്ടപ്പാട് തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, യേശു ക്രൂശുമെടുത്തുകൊണ്ട് നടക്കുമ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട. എന്റെ ഭാരത്തെ ഓർത്ത് നിങ്ങൾ കരയേണ്ട. ഞാൻ ചുമക്കുന്ന ക്രൂശിനെ ഓർത്ത് നിങ്ങൾ കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും ഓർത്ത് കരവിനെന്നാണ്. ഹല്ലേലൂയ. അതുമാത്രമല്ല, യേശു കർത്താവ് പറഞ്ഞത്, പച്ച മരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയ മരത്തോട് എങ്ങനെയായിരിക്കും ഈ ലോകം പ്രവർത്തിക്കുന്നതെന്നാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ വചനം പറയുകയാണ്, യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. ആ കുരിശെടുത്തുകൊണ്ട് യേശുവിന്റെ പിന്നാലെ പോകുവാനല്ല യേശു പറഞ്ഞത് ഹല്ലേലൂയ, തന്നെത്താൻ തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെന്നാണ്. ഹല്ലേലൂയ. യേശുവിന്റെ ക്രൂശ് എടുക്കുവാനായിട്ട് യേശു ആരെയും അനുവദിച്ചിട്ടില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, യേശു ഈ ഭൂമിയിൽ വന്നത് ക്രൂശ് ചുമപ്പാനാണ്, മരിപ്പാനാണ്, ക്രൂശിൽ തന്റെ രക്തം ചൊരിയുവാനാണ്, നമുക്ക് പാപമോചനം തരുവാനാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ആ യേശുവിനെ കുറിച്ച് നാം നോക്കുമ്പോൾ ആ യേശുവിന്റെ കഷ്ടാനുഭവം നാം ഏറ്റെടുക്കേണ്ടത് ആവശ്യമില്ല. നാം ഏറ്റെടുക്കേണ്ടത് എന്താണ്? യേശുവിൽ കൂടെയുള്ള രക്ഷയുടെ അനുഭവം നാം ഏറ്റെടുക്കണം. ആ ക്രൂശിൽ കൂടെയുള്ള ഹല്ലേലൂയ ശാപങ്ങളുടെ വിടുതൽ നാം ഏറ്റെടുക്കണം. യേശു കാൽവരിയിൽ ചൊരിഞ്ഞ രക്തം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് യേശു ചൊരിഞ്ഞതാണെന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്തുകൊണ്ട് അതിൽ കൂടെയുള്ള ജീവിത വിജയം നാം നേടേണ്ടത് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യേശു കഷ്ടം അനുഭവിപ്പാനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് കഷ്ടം അനുഭവിപ്പാനാണെങ്കിലും ആ കഷ്ടത നമുക്ക് തരുവാനായിട്ടല്ല. ആ കഷ്ടതയിൽ കൂടെയുള്ള ഒരു ജയം, ശാപത്തിൽ നിന്നുള്ള ഒരു വിജയം, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, സാത്താന്റെ പിടിയിൽ നിന്നുള്ള മോചനം, ഇതൊക്കെ തരുവാനായിട്ടാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. യേശുവിന്റെ ക്രൂശ് മരണം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതൊക്കെയാണ്. ഹല്ലേലൂയ. ഈ നല്ല വെള്ളിയാഴ്ചയായ ഇന്നത്തെ ദിവസം ഹല്ലേലൂയ എങ്ങനെയാണ് ഹല്ലേലൂയ യേശുവിന്റെ ക്രൂശീകരണം നടന്നത് വെള്ളിയാഴ്ചയെന്ന് അന്നുള്ളവർ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇന്നുള്ളവർ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, ചരിത്രം പഠിക്കുമ്പോൾ യഹോവയായ ദൈവം 6 ദിവസം കൊണ്ട് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചിട്ട് 7-ാം ദിവസം സ്വസ്ഥമായിട്ടിരുന്നിട്ട് അന്നത്തെ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു. അത് ശബത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ള ഒരു ശബത്തിന് മുൻപുള്ള ദിവസമാണ് യേശുവിനെ ക്രൂശിക്കുവാൻ പഠിച്ചത്. അങ്ങനെയുള്ള ഒരു ദിവസമാണ്, അതിനു മുമ്പുള്ള ഒരു ദിവസമാണ് വ്യാഴാഴ്ച, അല്ലെങ്കിൽ പെസഹയുടെ ഉത്സവം ആചരിച്ച ദിവസം. അത് പെസഹ വ്യാഴമെന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ പെസഹ വ്യാഴാഴ്ച എന്ന് നമ്മൾ പറയുന്ന ദിവസം, വ്യാഴാഴ്ച ദിവസം യേശുവിനെ പിടിച്ചു. യേശുവിനെ വെള്ളിയാഴ്ച അവനെ ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. എന്നാൽ ദൈവം പറയുന്ന യേശു ക്രിസ്തു ഹല്ലേലൂയ പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തു യൂദയുടെ കാര്യം പറയുമ്പോൾ യൂദയെ കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞത്, എന്റെ താളത്തിൽ മുക്കുന്നവൻ എനിക്ക് കുതികാല് വെട്ടും, എനിക്കെതിരെ പാര വയ്ക്കും, എനിക്കെതിരെ പ്രശ്നമുണ്ടാകും, എന്നെ ഒറ്റ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യേശു യൂദായെ നേരത്തെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും നാം പറയാറുണ്ട്, അല്ലെങ്കിൽ പ്രസംഗത്തിൽ കൂടെ കേൾക്കാറുണ്ട്, യൂദ ഇല്ലായിരുന്നുവെങ്കിൽ യേശു ക്രൂശിക്കപ്പെടുകയില്ലായിരുന്നു. എന്നാൽ ഞാനൊരു കാര്യം പറയാം, യഹോവയായ ദൈവം യൂദായെ അവിടെ കൽപ്പിച്ചാക്കിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് രക്ഷയുടെ സന്തോഷം നമുക്ക് ലഭിക്കില്ലായിരുന്നു. ഇന്നത്തെ ഈ കൂട്ടായ്മ നമുക്കുണ്ടാകുകയില്ലായിരുന്നു. ഇന്നത്തെ ഒരു കൂടിവരവ് നമുക്ക് ഉണ്ടാകുകയില്ലായിരുന്നു. നമ്മുടെ രക്ഷയുടെ അനുഭവം, നിത്യജീവൻ നമുക്ക് കിട്ടുകയില്ലായിരുന്നു. എന്നാൽ ദൈവം അറിയാതെ ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ നല്ല കാര്യങ്ങളും, ഓരോ കെട്ട കാര്യങ്ങളും, ഓരോ പ്രശ്നങ്ങളും, ഓരോ പ്രതികൂലങ്ങളും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളെയും നിങ്ങൾ ഓർക്കേണ്ടത് ഇങ്ങനെയാണ്: ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല.
നമുക്കറിയാം, പ്രസംഗങ്ങളിൽ കൂടെ നാം കേട്ടിട്ടുള്ളതാണ്. മോശ കാനാൻ ദേശത്ത് മോശയ്ക്ക് പ്രവേശനമില്ലായിരുന്നു. മോശ പ്രവേശിച്ചിട്ടില്ല, ദൂരെ നിന്ന് കണ്ടതേ ഉള്ളൂ. നമ്മുടെ മനസ്സിൽ ഉടനെ ഓടിയെത്തും, മോശ സ്വർഗത്തിൽ പോയില്ല. നമ്മൾ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, മോശ സ്വർഗത്തിൽ പോയിട്ടില്ല. പ്രിയ ദൈവങ്ങളെ, അങ്ങനെയല്ല അവിടെ സംഭവിച്ചത്. കാനാൻ ദേശം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള ഒരു ദേശമാണ്, പാലും തേനും ഒഴുകുന്ന ഒരു ദേശമാണ്. ആ ദേശത്തിലോട്ട് മോശയ്ക്ക് പോകുവാനായിട്ട് കഴിഞ്ഞില്ല എങ്കിലും മോശ സ്വർഗത്തിലിരിക്കുകയാണ്. ഹല്ലേലൂയ. നാം ചിന്തിക്കുന്നത് ഈ ഭൂമിയിലെ കാനാൻ ദേശമാണ് സ്വർഗമെന്ന്. അങ്ങനെയല്ല. നാം പലപ്പോഴും തെറ്റിപ്പോകുന്നത് വചനം പഠിക്കുവാനായിട്ട് നമ്മുടെ സമയം മാറ്റിവെക്കാത്തത് കൊണ്ടാണ്, വചനം വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് മോശ സ്വർഗത്തിൽ പോയില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ വലിയൊരു കൂട്ടമിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. ഇന്നത്തെ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനെ കുറിച്ച് ദുഃഖിക്കുന്ന വലിയൊരു സമൂഹത്തിന്റെ ഇടയിൽ വളരെ കുറച്ച് കൂട്ടരായ നാം ഇവിടെ ആയിരിക്കുമ്പോൾ, നാമും ദുഃഖിക്കുവാനായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി ഏറ്റെടുത്ത കഷ്ടപ്പാടുകളെ കുറിച്ച് അതിന് നന്ദി പറയുവാനായിട്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ആയിരുന്നാൽ നിങ്ങൾക്ക് വിടുതലുണ്ട്, നിങ്ങൾക്ക് ശാപത്തിൽ നിന്നുള്ളൊരു മുക്തിയുണ്ട്, നിങ്ങൾക്കൊരു എറ്റേണൽ ലൈഫുണ്ട്, നിങ്ങൾക്കൊരു നിത്യജീവനുണ്ട്, നിങ്ങൾക്ക് സമാധാനമുണ്ട്, നിങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്നാൽ ഹല്ലേലൂയ, മരണത്തെ ജയിച്ചെഴുന്നേറ്റ യേശു കർത്താവിനെ നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. പ്രിയ ദൈവമക്കളെ, നമുക്ക് ബൈബിളിൽ നോക്കുമ്പോൾ എന്താണ് ക്രൂശ്, എന്താണ് ഹല്ലേലൂയ, എന്തിനാണ് ക്രൂശ് എന്ന് ബൈബിളിൽ നോക്കുമ്പോൾ, ക്രൂശ് എന്ന് പറയുന്നത് ഒരു നിവർത്തീകരണത്തിന്റെ ശുശ്രൂഷയാണ്. യേശു ഈ ഭൂമിയിൽ വന്നത് ഒരു നിവർത്തീകരണ ശുശ്രൂഷ ചെയ്തെടുക്കുവാനായിട്ടാണ് യേശു ഇവിടെ വന്നത്. അതുകൊണ്ടാണ് യേശു ക്രൂശിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, നിവർത്തിയായി. ടെറ്റനസ, ഹല്ലേലൂയ, നിവർത്തിയായി. ഹല്ലേലൂയ, നിവർത്തിയായി. എന്ത് നിവർത്തിയായി എന്ന് ചോദിച്ചാൽ, യേശു ഈ ഭൂമിയിൽ വന്ന, ഹല്ലേലൂയ, യേശു ഈ ഭൂമിയിൽ വന്നത് പിതാവിന്റെ ഒരു നിവർത്തീകരണം, പ്രവചന നിവർത്തികളുടെ ഒരു നിവർത്തീകരണം, പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു നിവർത്തീകരണം, ഹല്ലേലൂയ, മനുഷ്യരുടെ വീണ്ടെടുപ്പിന്റെ ഒരു നിവർത്തീകരണത്തിനായിട്ടാണ് യേശു ഈ ഭൂമിയിൽ കടന്നു വന്നത്. പ്രൈസ് ദി ലോർഡ്. ആ നിവർത്തീകരണം യേശു ക്രൂശിൽ കൂടെ സാധിച്ചെടുത്തു. പിശാചിന്റെ തലയെ തകർത്തു. ഹല്ലേലൂയ. പിശാചിന്റെ തലയെ തകർത്തുവെങ്കിലും ഇന്നും വിശ്വാസികൾ പിശാചിന്റെ വാലിൽ നോക്കിക്കൊണ്ട് ഇന്നും ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, യേശു ഹല്ലേലൂയ കാൽവരിയിൽ പിശാചിനെ തകർത്തുവെങ്കിൽ നിങ്ങളും ഇന്ന് ഹല്ലേലൂയ ആ പിശാചിനെ തകർത്ത പിതാവിന്റെ മക്കളാണെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നടന്നാൽ ആ ക്രൂശ് മരണം കൊണ്ട്, യേശു മരിച്ച ക്രൂശ് മരണം കൊണ്ട് നമുക്കും വലിയ വിടുതലുകളുണ്ട്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ വർഷവും ഹല്ലേലൂയ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ക്രൂശ് മരണം എന്ന് പറയുന്നത് ഒരു ഭാരത്തെ കാണിക്കുന്നു, കുരിശൊരു ഭാരത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പ്രവാചകന്മാർ അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് പരിജ്ഞാനികൾ, ജ്ഞാനികൾ അല്ലെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് 150 കിലോ ഭാരമുള്ള കുരിശുമെടുത്തുകൊണ്ടാണ് യേശു നടന്നതെന്ന് പറയപ്പെടുന്നുവെങ്കിലും ഹല്ലേലൂയ, എന്നാൽ ശാസ്ത്രജ്ഞന്മാർ നോക്കുമ്പോൾ 150 കിലോഗ്രാം ഭാരമുള്ള ഒരു കുരിശെടുത്ത് നടക്കുവാനായിട്ട് ഒരു വ്യക്തിക്ക് കഴിയുകയില്ല എന്നാണ് പ്രൈസ് പറയുന്നത്. അതും പോയിട്ട് യേശു ക്രിസ്തുവിന് ഇത്രയും അടിയേറ്റ് ചോര വാർന്നിരിക്കുന്ന യേശു ക്രിസ്തുവിന് ഇത്രയും വെയിറ്റുള്ള കുരിശ് ചുമക്കുവാൻ കഴിയുകയില്ല. എന്നാൽ യേശുവിനൊരു വെയിറ്റ് കിട്ടുവാനായിട്ട്, യേശുവിന്റെ ക്രൂശീകരണത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് അന്നത്തെ പുരോഹിതന്മാർ കണ്ടെത്തിയ പല വഴികളും പല ചരിത്രങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഹല്ലേലൂയ, യേശു ക്രൂശിൽ മരിച്ചുവോ എന്ന് ചോദിച്ചാൽ ക്രൂശിൽ മരിച്ചു. യേശു ക്രൂശ് ചുമന്നോ എന്ന് ചോദിച്ചാൽ യേശു ക്രൂശ് ചുമന്നു. ഹല്ലേലൂയ. യേശു ജനിച്ചുവോ എന്ന് ചോദിച്ചാൽ യേശു ജനിച്ചു. അത് എന്തെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ഡേറ്റുകൾ നമുക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തെ പറയുകയാണ്, ക്രൂശ് ഒരു ഭാരത്തെ കാണിക്കുന്നു. യേശു നമ്മുടെ ഭാരങ്ങൾ ആ ക്രൂശിൽ കൂടെ വഹിച്ചുവെന്ന് വചനത്തെ കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അത് മാത്രമല്ല, യേശുവിന്റെ കുരിശിനെ കുറിച്ച് പറയുമ്പോൾ അത് വേദനയുടെ ഒരു ഹല്ലേലൂയ ക്രൂശായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്രൂശ് മരണം എന്ന് പറയുമ്പോൾ അത് വേദനയുടെ ഒരു ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. നമുക്കുള്ള വേദനകളെ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന അനുഭവിച്ച വേദനകളെ യേശു ക്രൂശിൽ ഏറ്റെടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വേദന ഉണ്ടെന്ന് ചോദിച്ചാൽ
ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ അല്ലെ ആ ബുദ്ധിമുട്ടുണ്ടെന്ന് ചോദിച്ചാൽ, നമുക്ക് ആ ക്രൂശ് മരണത്തിന്റെ വിജയം ഏറ്റെടുക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ്. അത് മാത്രമല്ല, ഈ ക്രൂശിനെ കാണിക്കുന്നത് മൂന്നാമത്തെ കാര്യം, അത് മരണത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ. ക്രൂശ് ഒരു മരണത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ്. മരണത്തെ കാണിക്കുമ്പോൾ ക്രൂശ് മരണത്തെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ, ക്രൂശിൽ ഒരാള് ക്രൂശിച്ചാൽ അവൻ മരിക്കണം, അവന് പിന്നെ ഒരു ജീവനില്ല, അവൻ അതോടെ തീരണം. ഹല്ലേലൂയ. അങ്ങനെ മരണത്തെ കാണിക്കുന്നു. എന്നാൽ ഈ മരണത്തിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരികയാണ്. നമ്മുടെ ജീവിതത്തിലുള്ള ഏത് പ്രതികൂലങ്ങളായിക്കൊള്ളട്ടെ, ഏത് പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, ഏത് വിധമായ പരാധീനതകളായിക്കൊള്ളട്ടെ, ഏത് പരാജയങ്ങളായിക്കൊള്ളട്ടെ, അതിൽ നിന്നൊക്കെ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് കാണിക്കുന്നതാണ് ഈ ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത്. ഈ ക്രൂശ് എന്ന് പറയുന്നത് പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് ക്രൂശീകരണം നാം ഓർക്കുമ്പോൾ, ക്രൂശിനെ കാണുമ്പോൾ അതിൽ നിന്നൊരു വിടുതലുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അത് മാത്രമല്ല, ഈ കുരിശ് മരണം അല്ലെങ്കിൽ ഈ കുരിശിനെ കാണിക്കുന്നത് ഒരു ചുമതലയെ കാണിക്കുന്നു, ഒരു ഉത്തരവാദിത്വത്തെ കാണിക്കുന്നു. എന്താണ് ചുമതല എന്ന് ചോദിച്ചാൽ, ക്രൂശിൽ കൊണ്ടുപോകുന്ന യേശു തൻ്റെ അമ്മയെ നോക്കി ശിഷ്യനോട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മയോട് പറയുകയാണ്, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പാരൻസിനെ, മാതാവിനെ, യേശുവിൻ്റെ മാതാവിനെ ഹല്ലേലൂയ സമർപ്പിച്ച് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട്, അവർ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം, പരിപാലിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടാണ് യേശു കർത്താവ് പോകുന്നത്. പ്രിയ ദൈവമക്കളെ, നമുക്കും നമ്മുടെ കുടുംബത്തെക്കുറിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളൊരു അമ്മായി ആയിക്കോട്ടെ, അമ്മാവനായിക്കോട്ടെ, മരുമകളായിക്കോട്ടെ, മകളായിക്കൊള്ളട്ടെ, മകനായിക്കൊള്ളട്ടെ, കൊച്ചുമക്കളായിക്കൊള്ളട്ടെ, കൊച്ചുമകനോ കൊച്ചുമകളോ ആരോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ടാണ് യേശു കർത്താവ് ഈ ക്രൂശിലോട്ട് കയറുവാനായിട്ട് പോകുന്നത്. പ്രിയ ദൈവമക്കളെ, ആ ഉത്തരവാദിത്വം നാം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് അതിൽ നിന്ന് വിടുതലുണ്ട്, അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പല സ്ഥലങ്ങളിലും ഹല്ലേലൂയ മക്കളെ നോക്കുവാനോ, മരുമക്കളെ നോക്കുവാനോ, അമ്മയെ നോക്കുവാനോ, അമ്മാവനെ നോക്കുവാനോ ഒന്നും ആർക്കും സമയമില്ല. എന്നാൽ ബൈബിളിൽ നാം നോക്കുമ്പോൾ യേശുവിനെ പിൻപറ്റുന്നവരായ നാം ഓരോരുത്തരും നമ്മുടെ കടമകൾ നിർവഹിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. നമുക്ക് കിട്ടുന്നതിൽ പങ്ക് നമ്മുടെ പാരൻസിന് കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ കുടുംബത്തിൽ ചിലവാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭവനത്തിലായിരിക്കുന്നവരെ ഓർത്ത് ഞാനൊരു കാര്യം പറയാം. യേശു കർത്താവ് എന്തുകൊണ്ട് തൻ്റെ മാതാവിനെ അവിടെ ഏൽപ്പിച്ചു എന്ന് ചോദിച്ചാൽ, മാതാവ് ഒരു നല്ല ഉത്തമ മാതാവായിരുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ട് പല മാതാപിതാക്കൾക്കും ഹല്ലേലൂയ മരുമക്കൾ നോക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, നല്ല ഉത്തമരായ മാതാപിതാക്കളായിട്ട് നിങ്ങൾ ജീവിക്കാത്തത് കൊണ്ടാണ്, ഉത്തമരായ മാമനും മാമിയുമായിട്ട് ജീവിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും മരുമക്കൾ തങ്ങളുടെ ഉത്തരവാദിത്വം അവരുടെ അമ്മയുടെ മേലുണ്ടാകാത്തത്. അതുപോലെ തന്നെ മരുമക്കളും എന്തുകൊണ്ടും അമ്മയും അപ്പനും അല്ലാതെങ്കിൽ അമ്മയും അമ്മാവനും ഒക്കെ ഞങ്ങളെ പരിഗണിക്കുന്നില്ല, ഞങ്ങളെ നോക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മൾ ഹല്ലേലൂയ വിതയ്ക്കുന്നത് തന്നെ നമ്മൾ കൊയ്യും. ഹല്ലേലൂയ. നമ്മൾ എന്ത് വിതയ്ക്കുന്നുവോ അത് തന്നെ കൊയ്യും. ഹല്ലേലൂയ. ഇവിടെ യേശുവിൻ്റെ മാതാവിനെ യേശു ഏൽപ്പിച്ചു കൊടുത്തത് എന്തുകൊണ്ടെന്നാൽ, യേശുവിൻ്റെ മാതാവ് ഹല്ലേലൂയ യേശുവിനെ പിൻപറ്റി അടങ്ങി ഒതുങ്ങി ദൈവമേ എന്നുള്ള ചിന്തയിൽ ജീവിച്ചത് കൊണ്ടാണ്. അവർ നാക്ക് 7 മുഴം നീളത്തിൽ നാക്ക് നീട്ടുകയല്ല ചെയ്തത്. യേശുവിനോട് കൂടെ യേശു കാനാവിൽ കല്യാണത്തിന് പോയി നിന്നപ്പോൾ അവന്റെ അമ്മ വാങ്ങിയത് എടുത്തു പോയതാ, ഇവിടെ വീഞ്ഞ് നീന്തടാ, വീഞ്ഞ് പെട്ടെന്നുണ്ടാക്കി കൊടുക്കുക എന്നല്ല പറഞ്ഞത്. അവിടെ വന്ന് പറഞ്ഞത്, മകനെ ഇവിടുത്തെ വീഞ്ഞ് തീർന്നു പോയി. അപ്പോൾ എന്താണ് മകൻ പറഞ്ഞത്? എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിലുണ്ട്. എന്ത് സൗമ്യമായിട്ടാണ് ആ മാതാവ് വന്ന് പറഞ്ഞത്. അവിടെ അടിച്ചേൽപ്പിക്കുന്ന ശുശ്രൂഷയല്ല. തൻ്റെ മാതാവ് വന്ന് തൻ്റെ മകനോട് ഉത്തരവാദിത്വം പറഞ്ഞു, മകനെ ഇവിടുത്തെ കാര്യം ഇങ്ങനെയാണ്. അപ്പോൾ ഹല്ലേലൂയ അവൻ ചെയ്തു കൊടുക്കാനായിട്ട് ഒരു മനസ്സ് കാണിച്ചു. അല്ലാതെ നാക്കിട്ടടിച്ച് 7 മുഴം നാക്ക് നീട്ടി ഇവിടെ അടിച്ച് വീട്ടിലെ പ്രശ്നങ്ങൾ 7 അയൽവക്കത്ത് കൊണ്ടുപോയി പറഞ്ഞ് അമ്മായിയമ്മ നടക്കും, മരുമകൾ അതിൻ്റെ അപ്പുറത്തുള്ള 7 അയൽവക്കത്തൂടെ നടക്കും. അങ്ങനെ നടക്കുമ്പോൾ ഭവനത്തിനകത്ത് സമാധാനം ഉണ്ടാകുകയില്ല,
ഉത്തരവാദിത്വം ഉണ്ടാകുകയില്ല, പരസ്പര ധാരണ ഉണ്ടാകുകയില്ല പ്രിയ മക്കളെ. എന്നാൽ യേശുവിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. എൻ്റെ മാതാവ് ഒരു ഉത്തമയായ സ്ത്രീയാണ്, അവൾ നല്ലവണ്ണം പരിപാലിച്ചു എന്നെ ശുശ്രൂഷിച്ചു, എൻ്റെ കൊച്ചുകാലത്ത് എനിക്ക് നല്ലവണ്ണം ഉപദേശം തന്ന് വളർത്തിയെന്ന് പറഞ്ഞ് ആ യേശു അവൻ്റെ മാതാവിനെ ഏൽപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. എന്തുകൊണ്ട് യേശു തൻ്റെ പിതാവിനെ ഏൽപ്പിച്ചില്ല എന്ന് ചോദിച്ചാൽ, പിതാവ് യേശുവിനെ പിൻപറ്റിയതായിട്ട് നമുക്ക് പിന്നാലെ കാണുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടായിരിക്കാം പ്രിയ ദൈവമക്കളെ, മക്കളിൽ ആശ്രയിക്കുന്ന മാതാപിതാക്കളെ മക്കൾ നല്ലപോലെ നോക്കും, അതുപോലെ നല്ലപോലെ താങ്ങുന്ന മക്കളുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാൽ യേശു ഇവിടെ ചെയ്തത് ഹല്ലേലൂയ, അവന്റെ ഉത്തരവാദിത്വം ചുമതല അവൻ കൈമാറി, വ്യക്തമായിട്ട് കൈമാറിയിട്ട് അവൻ പോകുന്നതായിട്ട് കാണാനായിട്ട് കഴിയും പ്രിയരെ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിന്റെ ക്രൂശിനെ കുറിച്ച് നാം നോക്കുമ്പോൾ നമ്മുടെ ചുമതലകൾ നാം മനസ്സിലാക്കണം, ഉത്തരവാദിത്വം നാം മനസ്സിലാക്കണം. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് സംസാരിക്കേണ്ടത്, എവിടെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് ഞാൻ ഇരിക്കേണ്ടത്, ഒരു ഭവനത്തിൽ പോയാൽ ഞാൻ എങ്ങനെ ആയിരിക്കണം, എൻ്റെ ഭവനത്തിൽ ഞാൻ എങ്ങനെ ആയിരിക്കണം, ആരോട് എങ്ങനെ ഇടപെടണമെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ആയിരുന്നാൽ അതൊരു സമാധാനത്തോടുകൂടെ നമ്മുടെ ആയുഷ്കാലം ഇവിടെ അതൊരു നമുക്ക് കഴിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. വളരെ കുറച്ചു കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാവിനെ അടക്കി, അത് കാലിനെ അടക്കി, അതൊരു ജീവിതത്തെ അത് സുരക്ഷിതമാക്കി പൊതിഞ്ഞ് സൂക്ഷിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പോകണമെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ നാം ജീവിച്ചാൽ ഹല്ലേലൂയ നമുക്ക് സ്വർഗരാജ്യത്തിൽ പോയി എത്തുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം ഹല്ലേലൂയ നമ്മുടെ ഉത്തരവാദിത്വത്തെ നിറവേറ്റേണ്ടത് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. അതിലുപരിയായിട്ട് യേശുവിന്റെ ക്രൂശിനെ കാണിക്കുന്നത് അനുസരണം. ഹല്ലേലൂയ. തന്റെ പിതാവിനോടുള്ള അനുസരണത്തെ കാണിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ക്രൂശ്. ആ ഒരു ക്രൂശിനെ കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അനുസരണം വളരെ അത്യാവശ്യമാണ്. മക്കളായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ, അനുസരണം ഹല്ലേലൂയ യാഗത്തേക്കാൾ നല്ലതാണ്. ഹല്ലേലൂയ. അനുസരണം നമ്മൾ ഹല്ലേലൂയ കൊടുക്കുന്ന എല്ലാത്തിനേക്കാളും നല്ലതാണ്. ദൈവം പറയുന്നത് അനുസരിക്കുക, മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുക, മക്കൾ പറയുന്നത് കേൾക്കുക. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഈ പിതാവിന്റെ ആലോചന പ്രകാരം ആ ആലോചന പൂർത്തീകരിക്കാനായിട്ട്, നിവർത്തീകരണത്തിനായിട്ട് ഇവിടെ വന്നുവെങ്കിൽ അത് ആ യേശു ക്രിസ്തു നിവർത്തീകരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും അതിൽ നിന്ന് മാറ്റുവാനായിട്ട് പലപ്പോഴും യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുമെങ്കിൽ പിതാവേ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, ഇത് എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നെ കൊണ്ട് കഴിയുകയില്ല, ഈ ക്രൂശിൽ കയറുവാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല എന്ന് പിതാവിനോട് പലപ്പോഴും പ്രാർത്ഥനയിൽ കൂടെ അപേക്ഷിക്കുമ്പോഴും ഹല്ലേലൂയ എന്നാലും യേശു അടങ്ങിയിരുന്നു. ഹല്ലേലൂയ. ആരടങ്ങിയിരുന്നത് പോലെ അബ്രഹാമിന്റെ മകൻ അടങ്ങി, ഇസഹാക്ക് ബലിപീഠത്തിൽ അടങ്ങി കിടന്നതുപോലെ, അനുസരിച്ച് കിടന്നതുപോലെ യേശു അടങ്ങി നിൽക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഈ ക്രൂശ് എന്ന് പറയുന്നത് ഒരു അനുസരണത്തിൻ്റെതാണ്. ആരനുസരിക്കുന്നുവോ, ആരനുസരണശീലത്തിൽ വളർന്നുവോ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ട്, അവരുടെ ജീവിതത്തിൽ നന്മകളുണ്ട്, അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഹല്ലേലൂയ പ്രാപിക്കുവാനായിട്ട് കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അത് മാത്രമല്ല, വചനത്തിൽ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാണ്. ഹല്ലേലൂയ. ഈ ദൈവവചനം എന്ന് പറയുന്നത്, ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത്, യേശുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത് നശിച്ചു പോകുന്നവർക്ക് അവർ വകവയ്ക്കാതെ ഇരിക്കും. ഹല്ലേലൂയ. കാരണം മുന്നമേ നിർണയിച്ചവരെ വിളിച്ചവരെ വിശുദ്ധീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങളിലൂടെ ആയിരിക്കുന്നു? അനേകം തെരുവുകളിലും തെരുക്കോണുകളിലും അവരുടെ ഭവനങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ആയിരിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്കൂടെ ആയിരിക്കാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ, ദൈവം നിങ്ങളെ മുന്നമേ കണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവം മുന്നമേ നിങ്ങളെ കരുതിയിരുന്നത് കൊണ്ടാണ് അങ്ങനെ കാണുവാനായിട്ട് കഴിഞ്ഞത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എനിക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രമേ പ്രസംഗിക്കുവാനുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ ക്രൂശിൽ കൂടെയാണ് എനിക്ക് രക്ഷയുള്ളത്, ആ ക്രൂശിൽ കൂടെയാണ് എനിക്ക് വിടുതലുള്ളത്, ആ ക്രൂശിൽ കൂടെയാണ് സാത്താനെ ദൈവം തോൽപ്പിച്ചതെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അതിൽ നമുക്ക് പറയാനായിട്ടുള്ളത്, ക്രൂശ് എന്ന് പറയുന്നത് ഒരു അനുസരണത്തിന്റെയും അത് നശിച്ചു പോകുന്നവർക്ക് അതൊരു പോസ്റ്റിന്റെയും വചനമായിട്ട് മാറുമ്പോൾ, ഇന്ന് അനുസരണത്തിന്റെ ക്രൂശിന്റെ വചനം നമുക്കൊരു നന്മയായിട്ട് മാറണമെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള വിടുതലുകൾ പ്രാപിച്ചെടുക്കേണ്ടത്
വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. ഈ ക്രൂശ് എന്ന് പറയുന്നത് വാഴ്ചകളെയും അധികാരങ്ങളെയും തകർക്കുവാൻ തകർത്തതാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ക്രൂശിനെ നാം ഏറ്റെടുക്കുമ്പോൾ, യേശുവിൽ കൂടെയുള്ള ആ രക്ഷ നാം ഏറ്റെടുക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് പൈശാചിക ശക്തികളെ തകർക്കുവാനും അതിന്മേലുള്ള അധികാരവും ദൈവം തരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ബൈബിളിൽ ഇങ്ങനെ കാണുന്നു. ഹല്ലേലൂയ. ഒരു പ്രവാചകന് മക്കള് ഉണ്ടായിരുന്നു. അവരും അത് പ്രവചിച്ചുകൊണ്ട് പിശാചിനെ ഓടിക്കുവാൻ പോയപ്പോൾ, കേഫാവിന്റെ അവരുടെ മക്കൾ ഓടിക്കുവാനായിട്ട് പോയപ്പോൾ പിശാച് പറയുകയാണ്, എനിക്ക് പൗലോസിനെ അറിയാം, അത് യേശുവിനെ അറിയാം, നിങ്ങൾ ആരെന്ന് കേട്ടുകൊണ്ട് അവരുടെ മേൽ ചാടി വീണ് അവരെ ഹല്ലേലൂയ അവരുടെ വസ്ത്രം മറിച്ചു കീറി അവരെ ഉപദ്രവിച്ച് ഓടിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ശക്തിയോടുകൂടെ നമ്മളിൽ വന്നിട്ട് നാം പൈശാചികനെ ഓടിക്കുവാനും പൈശാചിക പ്രവർത്തികളെ തകർക്കുവാനായിട്ട് ഇറങ്ങുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഹല്ലേലൂയ. യേശു പറയുകയാണ്, തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ തൻ്റെ ക്രൂശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്കായിട്ടല്ല, നമുക്കായിട്ടാണ് ദൈവം തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുമ്പോൾ ആ വില നമ്മൾ കൊടുക്കണമെന്ന് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം കൊടുത്ത വിലയ്ക്ക് നമ്മൾ ദൈവത്തിന് വില കൊടുക്കുവാൻ നമ്മൾ ആരുമല്ല. ദൈവം തന്നിട്ടാണ് നമ്മൾ എന്തെങ്കിലും ദൈവത്തിന് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവം നമ്മെ വില കൊടുത്ത് വാങ്ങിയിരിക്കുമ്പോൾ ഹല്ലേലൂയ, ആ ദൈവത്തിന് നാം നന്ദിയുള്ളവരായി, ആ ക്രൂശ് മരണത്തിന് നാം നന്ദിയുള്ളവരായി, അവൻ നമുക്ക് രക്ഷ തന്നതിന് നന്ദിയുള്ളവരായി, അവൻ നമ്മെ വിടുവിച്ചു കൊണ്ടുവന്നതിന് നന്ദിയുള്ളവരായി, നമ്മോട് കൂടെ ഉള്ളവർ പലരും ഈ ലോകം വിട്ടു പോയപ്പോൾ നമ്മൾ നിലനിർത്തിയിരിക്കുന്നതിന് ദൈവത്തിന് നന്ദിയുള്ളവരായി നാം മുന്നോട്ട് പോകുമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഹല്ലേലൂയ. നമുക്കറിയാം, ചില മിക്കവാറും സഭകളിലൊന്നും പ്രാർത്ഥന ഉള്ളതല്ല, പാസ്റ്റർ പറഞ്ഞതുപോലെ. എന്നാലും ചില സഭകളിൽ 7 മൊഴികളെ കുറിച്ച് പ്രസംഗിച്ച് ഓരോരുത്തരും ഓരോ മൊഴികളെ കുറിച്ച് പ്രസംഗിച്ച് അവരുടെ ആരാധനകൾ അവസാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ക്രൂശ് നമുക്ക് ശക്തിയാണ്, അത് വിടുതലാണ്. യേശുവിൽ കൂടെയുള്ള ക്രൂശ് മരണമാണ് നമുക്ക് രക്ഷ സമ്മാനിച്ചത്. യേശുവിൽ കൂടെയുള്ള ആ ക്രൂശ് മരണത്തിലൂടെയുള്ള യേശുവിന്റെ രക്ഷ നാം ഏറ്റെടുക്കുമ്പോൾ ആ വിടുതലുണ്ട്. ദൈവ മക്കളാകുവാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നാം ഹല്ലേലൂയ ഭാരത്തോടും പ്രയാസത്തോടും നിരാശയോടും കൂടെ ആയിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നമ്മുടെ ഭാരങ്ങളുടെ മധ്യത്തിൽ, നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ, നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. ഇന്ന് നമുക്കൊരു കഷ്ടത, ഒരു നഷ്ടം, ഒരു താഴ്ച, ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ 3-ാം ദിവസം ഒരു ഉയർപ്പിന്റെ ദിവസമുണ്ടെന്നുള്ള ഓർത്തുകൊണ്ട് ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ ക്രൂശിന്റെ വചനം നമുക്കൊരു അനുഗ്രഹമായി മാറട്ടെ. യേശു നമുക്ക് വേണ്ടി മരിച്ചതിന് നമുക്ക് ഓർക്കാം. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ അവൻ തന്റെ രക്തം ചെല്ലിയത് നാം ഓർക്കാം. ഈ ദിവസം അത് ഓർക്കേണ്ട ദിവസമാണ്. അത് ഓർത്ത് ദുഃഖിക്കേണ്ടതല്ല, അത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയേണ്ട ദിവസമായി മാറട്ടെ. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കാറ്റു ചെന്നായി കൂട്ടമായൂരായി കാറ്റു ചെന്നായി കൂട്ടമായൂരായി